നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റയൽ മാഡ്രിഡ് 3 മാഞ്ചസ്റ്റർ സിറ്റി 2 ഒരു ഫുട്ബോൾ മാജിക് തന്നെയാണ് നമ്മൾ ഇന്ന് ചാമ്പ്യൻസ് ലീഗിലെ മത്സരത്തിൽ കണ്ടത്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലേക്ക് വരുമ്പോൾ റയലിനെ അവസാന നിമിഷം വരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പല വീഡിയോയിലൂടെയും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അണ്ടർലൈൻ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് റയലിന്റെ സൈഡിൽ നിന്ന് നമ്മളിന്ന് കണ്ടത്. 2 പ്രാവശ്യം പിറകിൽ പോയിട്ടും തിരിച്ചു വന്ന് 3-2 ജയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബ്രില്യൻ പെർഫോമൻസ് ഫ്രം റയൽ മാഡ്രിഡ്. അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു വിക്ടറിയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സിറ്റിയുടെ ഡിഫൻസിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ മണിച്ചിത്ര താഴിൽ തിലകൻ പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഇൻക്യൂറബിൾ ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണ് സിറ്റിയുടെ ഡിഫൻസിൽ നിന്ന് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കളി തുടങ്ങി ആദ്യ നിമിഷം തന്നെ റയലിന്റെ ഇന്റൻഷൻസ് വളരെ വളരെ ക്ലിയർ ആയിരുന്നു. ഒരു ഏർലി പെനാൽറ്റി ഒക്കെ റയലിന് കിട്ടേണ്ടതായിരുന്നു. കാരണം എഡേഴ്സൺ 18 യാർഡ് ബോക്സിൽ വെച്ചിട്ട് വിനീഷ്യസ് ജൂനിയറെ വളരെ ക്ലിയർ ആയിട്ട് ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫ് സൈഡ് ആയതുകൊണ്ട് റെഫറി ആ ഡിസിഷൻ മാറ്റി വെക്കേണ്ടി വന്നു. കളിയുടെ ആദ്യത്തെ 15 മിനിറ്റിൽ 3-4 കിഡിലൻ ചാൻസുകൾ റയൽ ക്രിയേറ്റ് ചെയ്തു. എംബാപ്പയ്ക്ക് റൈറ്റ് വിങ്ങിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അത് എഡേഴ്സൺ സേവ് ചെയ്തു. ലെഫ്റ്റ് വിങ്ങിൽ മെൻഡിക്ക് ഒരു 1-on-1 ചാൻസ് കിട്ടി. പുള്ളിക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. വിനീഷ്യസ് ജൂനിയറിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കിഡിലം സ്റ്റാർട്ടിങ്ങാണ് റയലിന് ആദ്യത്തെ 15 മിനിറ്റിൽ കിട്ടിയത്. അതിനുശേഷം 1-2 ഹാഫ് ചാൻസുകൾ സിറ്റി ക്രിയേറ്റ് ചെയ്തു. സവീനോക്ക് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഹാലണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ റണ്ണൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ജാക്ക് ഗ്രീൻലിഷ് ആണ് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പുള്ളി 2 പേരുടെ 18 യാർഡ് ബോക്സിലേക്കുള്ള റണ്ണ് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓവർ ദ ടോപ്പ് ആയിട്ട് ഒരു ബോൾ റിലീസ് ചെയ്യുന്നു. വാഡിയോളും ഹാലണ്ടും ഒപ്പത്തിനൊപ്പമുണ്ട്. ഡിഫൻഡേഴ്സിന് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. വാഡിയോൾ ചെസ്റ്റ് കൊണ്ട് ഈ ബോൾ കൺട്രോൾ ചെയ്ത് ഹാലണ്ടിന്റെ കാലിലേക്ക് കൊടുക്കുന്നു. വളരെ ക്ലോസ് റേഞ്ച് വെച്ചിട്ടുള്ള ഷോട്ടാണ്. കോട്ടുവാക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 19ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് സിറ്റി എത്തുകയാണ്. പിന്നീട് തിരിച്ചു വരാനുള്ള 1-2 ഹാഫ് ചാൻസുകളൊക്കെ റയലിന് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഗ്രീലിഷിന് ഇഞ്ചുറി വന്നു. പുള്ളിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഫോർഡൻ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ മാച്ചിലേക്ക് വരികയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുള്ള 3-4 ചാൻസുകൾ റയൽ മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ ഒരു 3 ഗോളൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യേണ്ട ചാൻസുകൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ റയൽ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ 20ഓളം ഓപ്പർച്യൂണിറ്റീസ് റയൽ ക്രിയേറ്റ് ചെയ്തു. 8 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. 45% പൊസിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പല ഓപ്പർച്യൂണിറ്റികളും ഫൈനൽ തേർഡിൽ ചെറിയ വ്യത്യാസത്തിൽ പുറത്തു പോകുന്നത് നമ്മൾ കണ്ടു. 2 പ്രാവശ്യം വുഡ് വർക്ക് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാച്ചാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇരു ടീമുകൾക്കും 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 60ാമത്തെ മിനിറ്റിലാണ് റയലിന് ഒരു കിഡിലം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഒരു ഫ്രീ കിക്ക് ചാൻസ് ആയിരുന്നു. ആദ്യത്തെ ഷോട്ട് സിറ്റിയുടെ ഡിഫൻസ് തട്ടി ഡിഫ്ലക്ട് ആയിട്ട് സെബായോസിന്റെ കാലിലേക്ക് എത്തി. എംബാപ്പയുടെ കൃത്യമായിട്ടുള്ള റണ്ണ് സെബായോസ് നോട്ടീസ് ചെയ്തു. ഓവർ ദ ടോപ്പ് ആയിട്ട് ഒരു ബോൾ ഇട്ട് കൊടുക്കുന്നു. പുള്ളി ശരിക്കുള്ള ഷോട്ട് കണക്ട് ആവാത്ത വിധമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എഡേഴ്സൺ ആ ഷോട്ട് പുള്ളിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമെന്ന് വിചാരിച്ചു. ആ കോർണറിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയെ കബളിപ്പിച്ചുകൊണ്ട് റൈറ്റ് വിങ്ങിലേക്ക് ഷിന്നിൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ഗോളാണ് എംബാപ്പെ സ്കോർ ചെയ്യുന്നത്. ആ സ്കോർ ചെയ്തതിനു ശേഷം എംബാപ്പയും ബെല്ലിംഗാമും വിനീഷ്യസ് ജൂനിയറൊക്കെ ആയിട്ടുള്ള ഡിസ്കഷൻ വളരെ ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. കാരണം പുള്ളി ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷോട്ട് പ്രതീക്ഷിച്ചത്. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് ഗൈഡ് ചെയ്തിട്ട് ആ ബോൾ എത്തിക്കാൻ എംബാപ്പയ്ക്ക് കഴിയുകയും ചെയ്തു. അങ്ങനെ 1-1 റയൽ കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് 1-2 കിടിലൻ ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 2 പേരും കൺവേർട്ട് ചെയ്തില്ല. കളി മുമ്പോട്ട് പോയി. ഫോർഡനെ ബോക്സിൽ വെച്ചിട്ട് സെബായോസ് ഫൗൾ ചെയ്യുന്നു. നിങ്ങൾ ആ ഫൗള് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നും ആ ഫൗളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓൺഫീൽഡ് റെഫറി പെനാൽറ്റി കൊടുത്തു. ഹാലണ്ട് ആ ഗോള് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ലെഫ്റ്റ് വിങ്ങിന്റെ കോർണറിലേക്കാണ് ഷോട്ട് അടിച്ചത്. അങ്ങനെ 2-1 ലീഡിലേക്ക് 79ാമത്തെ മിനിറ്റിൽ സിറ്റി എത്തുകയാണ്. അപ്പോൾ മിനിമം ചെയ്യേണ്ടത് ഒരു ഗെയിം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം 2-1 ലീഡുണ്ട്. ഇനി 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ സിറ്റിയുടെ ഡിഫൻസിൽ നിന്ന് വരുന്നത്. ഇവിടെ എഡേഴ്സന്റെ
പെർഫോമൻസ് എടുത്തു പറയണം. പുള്ളി ഇനീഷ്യലി മിസ്റ്റേക്ക് കാണിച്ചു, മറ്റൊരു ബ്ലണ്ടറാണ് പിന്നീട് നമ്മൾ എഡേഴ്സന്റെ സൈഡിൽ നിന്ന് കാണുന്നത്. സാധാരണ നമ്മൾ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട് സെൻറ്ററിലേക്ക് കൊടുക്കരുത്, ലെഫ്റ്റ് വിങ്ങിലേക്കോ റൈറ്റ് വിങ്ങിലേക്കോ പാസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഷോർട്ട് ബോൾ ഇടുക. ഇങ്ങനെ പല ഓപ്ഷൻസും പുള്ളിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഒരു ഷോട്ട് എടുത്തു, ഡയറക്റ്റ് ആയിട്ട് റയലിന്റെ പ്ലെയറുടെ കാലിലേക്കാണ് മിഡ്ഫീൽഡിൽ ആ ബോൾ പോയത്. ശക്തമായിട്ടുള്ള കൗണ്ടർ വന്നു. റൈറ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ഒരു ഷോട്ട് എടുക്കുന്നു. ആ ഷോട്ട് എങ്ങനെയൊക്കെയോ എഡേഴ്സൺ സേവ് ചെയ്തു. പക്ഷേ ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പന്ത് ബ്രഹീം ഡിയാസിന്റെ കാലിലേക്കാണ് എത്തിയത്. പുള്ളിയുടെ മുമ്പിൽ ഓപ്പൺ പോസ്റ്റാണ്, അത് കൺവേർട്ട് ചെയ്തു. അങ്ങനെ 2-2 റയൽ കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എഡേഴ്സൺ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറയേണ്ടി വരും. ആ സമയത്ത് പെപ്പിന്റെയും അസിസ്റ്റന്റ് കോച്ചിന്റെയും അവരൊക്കെ റിയാക്ഷൻ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മിസ്റ്റേക്കുകളാണ്. കാരണം എഡേഴ്സിനെ പോലത്തെ സീനിയർ പ്ലേയേഴ്സ് ഒക്കെ ആ സമയത്ത് മിസ്റ്റേക്കുകൾ കാണിക്കാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ സമനിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ റയല് തന്നെയാണ്, അവർ ജയിക്കാനുള്ള ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കൺവേർട്ട് ചെയ്തിരിക്കും. റയലിന്റെ സൈഡിൽ നിന്ന് ഒരു ലോങ് ഷോട്ട് ഗോൾ കീപ്പർ തൊടുത്തു വിടുന്നു. ഇത് കോവച്ചിച്ച് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു ബാക്ക് പാസ് കൊടുക്കാൻ ശ്രമിച്ചതാണോ അല്ലെങ്കിൽ റീക്കോ ലൂയിസിലേക്ക് പാസ് ചെയ്താണോ എന്നറിയില്ല. ആ പന്ത് റീക്കോ ലൂയിസിലേക്ക് പോകുന്നു. പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നു 1-2 സെക്കൻഡ് റീക്കോ ലൂയിസിന് ഉണ്ടായിരുന്നു. പുള്ളി ക്രൂഷ്യൽ പൊസിഷനിൽ വെച്ചിട്ട് ആ ബോള് ക്ലിയർ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കൗണ്ടറിലേക്ക് പോകുന്നു. വിനീഷ്യസ് ജൂനിയർ ലെഫ്റ്റ് വിങ്ങിലൂടെ മുമ്പോട്ട് പോയി. എഡേഴ്സന് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാനുള്ള സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. പുള്ളി കയറി പോസ്റ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി വിനീഷ്യസ് ജൂനിയർ ആ പാസ് ബെല്ലിംഗാമിന്റെ കാലിലേക്ക് എത്തിച്ചു. ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, പുള്ളി കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഇഞ്ചുറി ടൈമിൽ 3-2 എന്നുള്ള സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഈ മത്സരത്തിന് ശേഷം എനിക്ക് തോന്നുന്നു റൂബൻ ഡിയാസ് ഒക്കെ അവരുടെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്യുക, ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ള രീതിയിലാണ് പല പ്ലേയേഴ്സിന് റിയാക്ഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. എന്തായാലും റയൽ ഡിസേർവ് ചെയ്തിട്ടുള്ള ഒരു വിക്ടറിയാണ്. സെക്കൻഡ് ലെഗിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കാരണം നൗ പ്രഷർ ഈസ് ഓൺ സിറ്റി. സെക്കൻഡ് ലെഗിൽ തിരിച്ചു വരിക, ഈ ഒരു 1 ഗോൾ ഡെഫിസിറ്റ് കൺവേർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ റയലിനെതിരെ ഒരിക്കലും ഈസി അല്ല. എന്തായാലും നല്ലൊരു മത്സരമാണ് നമ്മൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.